ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂമൻ ക്രിസ്റ്റോ 101 ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വചന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദിവസം 97. എബ്രായർ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളാണ് നാം ഇന്ന് വായിക്കുന്നത്. പഴയ നിയമത്തെക്കാൾ ശ്രേഷ്ഠനായ ദൈവപുത്രനും നമ്മുടെ നിത്യമഹാപുരോഹിതനുമാണ് യേശുക്രിസ്തു എന്ന് ഈ അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഹെബ്രായർ അധ്യായം 1. ദൈവപുത്രൻ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം പിതാവിനോട് സംസാരിച്ചു. ഈ അവസാന നാളുകളിൽ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിന്റെയും അവകാശിയായി അവരോധിക്കുകയും അവൻ മുഖേന പ്രപഞ്ചം സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്യയുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാവങ്ങളുടെ ശുദ്ധീകരണം നടത്തിയിട്ട് ഉന്നതങ്ങളിൽ മഹത്വത്തിന്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അവൻ അവകാശമാക്കിയ നാമം ദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന പോലെ അവനും അവരെക്കാൾ മഹനീയനാണ്, ദൂതരെക്കാൾ ശ്രേഷ്ഠൻ. എന്നാൽ ദൂതന്മാരിൽ ആരോടാണ് എപ്പോഴെങ്കിലും നീ എന്റെ പുത്രനാണ് എന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് വീണ്ടും ഞാൻ അവനും പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്ന് ദൈവം അരുളി ചെയ്തിട്ടുള്ളത്? പിന്നെയും തന്റെ ആദ്യജാനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റുകളും ശുശ്രൂഷകരെ തീനാളങ്ങളുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പുത്രനെ പറ്റിയോ, ദൈവമേ, അങ്ങയുടെ സിംഹാസനം എന്നേക്കുമുള്ളതാണ്. അങ്ങയുടെ രാജ്യത്തിന്റെ ചെങ്കോൽ പരമാർത്ഥതയുടെ ചെങ്കോലാണെന്നും അങ്ങ് നീതിയെ സ്നേഹിച്ചു അനീതിയെ വെറുത്തു. അതിനാൽ അങ്ങയുടെ സ്നേഹിതരെക്കാൾ അധികമായി സന്തോഷത്തിന്റെ തൈലം കൊണ്ട് ദൈവം അങ്ങയുടെ ദൈവം അങ്ങയെ അഭിഷേകം ചെയ്തിരിക്കുന്നു. വീണ്ടും കർത്താവെ, ആദിയിൽ അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശങ്ങൾ അങ്ങയുടെ കരവേലകളാണ്. അവ നശിക്കും, അങ്ങാകട്ടെ നിലനിൽക്കും. വസ്ത്രം പോലെ എല്ലാം പഴകിപ്പോകും, മേലങ്കി പോലെ അങ്ങ് അവ മടക്കും, വസ്ത്രം പോലെ അവ മാറ്റും. എന്നാൽ അങ്ങ് തന്നെ. അങ്ങയുടെ വത്സരങ്ങൾ അവസാനിക്കുകയില്ല. നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാദപീഠമാക്കുവോളം എന്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാർ ആരോടാണ് എപ്പോഴെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്? രക്ഷയുടെ അവകാശികളായിരിക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകരായ അരൂപികളല്ലേ അവരെല്ലാം? എബ്രായർ അധ്യായം 2. രക്ഷ ക്രിസ്തുവിലൂടെ. ഇക്കാരണത്താൽ നാം കേട്ടിട്ടുള്ളവയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദൂതന്മാർ വഴി പറയപ്പെട്ട വചനം സ്ഥിരീകരിക്കപ്പെടുകയും ഓരോ നിയമലംഘനത്തിനും അനുസരണമില്ലായ്മയ്ക്കും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ ഇത്ര മഹത്തായ രക്ഷ അവഗണിച്ചിട്ട് നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഈ രക്ഷ കർത്താവ് തന്നെ ആദ്യം പ്രഖ്യാപിക്കുകയും അത് ശ്രവിച്ചവൻ നമുക്ക് സ്ഥിരീകരിച്ചു തരികയും ചെയ്തു. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, പലവിധത്തിലുമുള്ള ശക്തികർമ്മങ്ങൾ എന്നിവയാലും തന്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാലും ദൈവം തന്നെ ഇതിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു. എന്തെന്നാൽ നാം പരാമർശിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ലല്ലോ അവിടുന്ന് അധീനമാക്കിയത്. ഇതേക്കുറിച്ച് ആരോ എവിടെയോ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, അങ്ങ് ഓർക്കാൻ മാത്രം മനുഷ്യനാരാണ്, പരിഗണിക്കാൻ മാത്രം മനുഷ്യപുത്രൻ ആരാണ്? ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു. മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ കിരീടമണിയിച്ചു. സമസ്തവും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കി. എല്ലാം അവന്റെ അധീനതയിലാക്കിയപ്പോൾ അവന് കീഴ്പ്പെടുത്തതായി ഒന്നും അവിടുന്ന് അവശേഷിപ്പിച്ചില്ല. എന്നാൽ ഇപ്പോൾ എല്ലാം അവന് അധീനമായതായി നാം കാണുന്നില്ല. ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം അനുഭവിക്കേണ്ടതിന് ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായ യേശുവിനെ മരണത്തിന്റെ സഹനം വഴി മഹത്വത്തിന്റെയും ബഹുമാനത്തിന്റെയും കിരീടമണിഞ്ഞവനായി നാം കാണുന്നു. എന്തെന്നാൽ ആർക്കു വേണ്ടിയും ആര് മൂലവും എല്ലാം ആയിരിക്കുന്നുവോ അവിടുന്ന് അനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് നയിക്കുമ്പോൾ അവരുടെ രക്ഷയുടെ നായകനെ സഹനം വഴി പരിപൂർണനാക്കുക സമുചിതമായിരുന്നു. വിശദീകരിക്കുന്നവനും വിശദീകരിക്കപ്പെടുന്നവരുമെല്ലാം ഒരുവനിൽ നിന്ന് തന്നെ. അതിനാൽ അവരെ സഹോദരൻ എന്ന് വിളിക്കാൻ അവൻ ലജ്ജിക്കുന്നില്ല. അവൻ പറയുന്നു, അങ്ങയുടെ നാമം എന്റെ സഹോദരനെ ഞാൻ അറിയിക്കും. സഭാമധ്യേ അങ്ങയെ ഞാൻ സ്തുതിക്കും. വീണ്ടും ഞാൻ അവനിൽ ദൃഢവിശ്വാസം അർപ്പിക്കുന്നു. ഇതാ ഞാനും എനിക്ക് ദൈവം നൽകിയ മക്കളുമെന്ന് അവൻ പറയുന്നു. മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും പങ്കുകാരാകുന്ന പോലെ അവരുടെ സഭയിൽ ഭാഗമാക്കി. അത് മരണത്തിന്മേൽ ആധിപത്യമുള്ളവനെ, അതായത് പിശാചിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ മോചിപ്പിക്കാനാണ്. എന്തെന്നാൽ അവൻ ദൂതന്മാരെയല്ല ഏറ്റെടുത്തത്,
അബ്രഹാത്തിന്റെ സന്തതി എന്ന് ജനങ്ങളുടെ പാവങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനു വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തന്റെ സഹോദരരോട് സദൃശനാകേണ്ടിയിരുന്നു. അവൻ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. ഹെബ്രായർ അധ്യായം 3. മോശയേക്കാൾ ശ്രേഷ്ഠൻ. അതിനാൽ സ്വർഗീയ വിളിയിൽ പങ്കാളികളായ വിശുദ്ധ സഹോദരരെ, നമ്മുടെ ഏറ്റുപറച്ചലിന്റെ അപ്പോസ്തലനും ശ്രേഷ്ഠ പുരോഹിതനുമായ യേശുവിനെ പറ്റി ചിന്തിക്കുവിൻ. മോശ ദൈവത്തിന്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്ന പോലെ അവനും തന്നെ നിയമിച്ചനോട് വിശ്വസ്തനായിരുന്നു. അവൻ മോശയേക്കാൾ വളരെയേറെ മഹത്വമുള്ളവനായി കണക്കാക്കപ്പെടുന്നു. വീട് പണിതവന് വീടിനേക്കാൾ മഹത്വമുള്ള പോലെ ഓരോ വീടും ആരാലെങ്കിലും നിർമ്മിതമാണല്ലോ, എന്നാൽ എല്ലാം നിർമ്മിച്ചവൻ ദൈവമാണ്. പറയപ്പെടാനിരുന്ന കാര്യങ്ങൾക്ക് സാക്ഷ്യമാകേണ്ടതിന് അവിടുത്തെ ഭവനം മുഴുവനിലും മോശ ഭൃത്യനെ പോലെ വിശ്വസ്തനായിരുന്നു. ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിന്മേൽ പുത്രനെ പോലെ ആണ്. ആത്മധൈര്യവും പ്രത്യാശയുടെ അഭിമാനവും മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും. ദൈവിക വിശ്രാന്തി. പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമെങ്കിൽ മരുഭൂമിയിലെ പരീക്ഷണകാലത്തെ എതിർക്കലിനെ പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ എന്റെ പ്രവൃത്തികൾ കണ്ടിട്ടും നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ നിരന്തരം പരീക്ഷിച്ചു. 40 വർഷം അതിനാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു, അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ വഴിതെറ്റുന്നു. എന്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടില്ല. എന്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്ത പോലെ അവർ ഒരിക്കലും എന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. സഹോദരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളെല്ലാവരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങളുള്ള കാലത്തോളം ഓരോ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് നിങ്ങളെല്ലാവരും പാവത്തിന്റെ വഞ്ചനയാൽ കഠിനഹൃദയരാകാതിരിക്കേണ്ടതിനാണ്. എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസം അവസാനം വരെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിനെ പങ്കുകാരായിട്ടുള്ളൂ. ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു, ഇന്ന് നിങ്ങൾ അവന്റെ സ്വരം ശ്രവിക്കുമെങ്കിൽ എതിർപ്പിന്റെ കാലത്തെന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ശ്രവിച്ചിട്ടും എതിർത്തവരാണ് മോശ വഴി ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന എല്ലാവരുമല്ലേ? 40 വത്സരം അവിടുന്ന് കോപിച്ചത് ആരോടാണ്? പാപം ചെയ്തത് ആരുടെ ശരീരങ്ങളാണോ മരുഭൂമിയിൽ നിബന്ധിച്ചത്? അവരോടല്ലേ? അനുസരണക്കേട് കാണിച്ചവരോടല്ലെങ്കിൽ പിന്നെ മറ്റാരോടാണ്? ഒരിക്കലും തന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കില്ലെന്ന് അവിടുന്ന് ശപഥം ചെയ്തത്. അങ്ങനെ അവിശ്വാസം നിമിത്തമാണ് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്നതെന്ന് നാം കാണുന്നു. എബ്രായർ അധ്യായം 4. അതിനാൽ അവിടുത്തെ വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ അർഹതയില്ലാത്തവരായി നിങ്ങൾ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അവരെ പോലെ തന്നെയാണ് നമ്മളും സുവിശേഷം കേട്ടവരായത്. എന്നാൽ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം കേട്ടവരുമായി വിശ്വാസത്തിലൂടെ അവൻ യോജിച്ചു നിന്നില്ല. എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ലോകസ്ഥാപനം മുതൽ അവിടുത്തെ പ്രവൃത്തികൾ പൂർത്തിയായെങ്കിലും അവിടുന്ന് പറഞ്ഞിരിക്കുന്നു, എന്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്ത പോലെ തീർച്ചയായും അവർ എന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. 7-ാം ദിവസത്തെ പറ്റി അവിടുന്ന് ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, തന്റെ എല്ലാ പ്രവൃത്തികളിലും നിന്നും 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. വീണ്ടും ഈ ഭാഗത്ത് തീർച്ചയായും അവന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. മുൻപ് സുവിശേഷം ശ്രവിച്ചരാകട്ടെ അനുസരണക്കേട് മൂലം പ്രവേശിച്ചിട്ടുമില്ല. അതിനാൽ ചിലർ അതിലേക്ക് പ്രവേശിക്കാനുണ്ട് എന്നത് നിലനിൽക്കുന്നതും. വീണ്ടും അവിടുന്ന് ഒരു പ്രത്യേക ദിവസം, അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു. അവിടുന്ന് മുൻപ് പറഞ്ഞിട്ടുള്ള പോലെ ദാവീദ് വഴി പറയുന്നു, ഇന്ന് നിങ്ങൾ അവന്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ, നിങ്ങളുടെ ഹൃദയം കഠിനമാക്കാതിരുന്നെങ്കിൽ, ജോഷുവ അവർക്ക് വിശ്രമം കൊടുത്തിരുന്നെങ്കിൽ, അതിനുശേഷം അവിടുന്ന് മറ്റൊരു ദിവസത്തെ പറ്റി പറയുമായിരുന്നില്ല. അതിനാൽ ദൈവജനത്തിന് ഒരു സാബത്ത് ദിവസം ശേഷിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് ദൈവം അവിടത്തേതിൽ നിന്നെ പോലെ വിശ്രമിക്കുന്നു. ഇതുപോലുള്ള അനുസരണക്കേട് മൂലം ആരും വീഴാതിരിക്കേണ്ടതിന് നമുക്ക് ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ഉത്സുകരായിരിക്കാം. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഏത് ഇരുതലവാളിനേക്കാളും മുറിച്ചേറിയതും ചേതനയും ആത്മാവും സന്ധിബന്ധങ്ങളും മജ്ജയും വേർതിരിക്കും വിധം തുളച്ചേറുന്നതും ഹൃദയത്തിന്റെ വിചാരങ്ങളും നിയോഗങ്ങളും വിവേചിക്കുന്നതുമാണ്. അവിടുത്തെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുൻപിൽ സകലതും നഗ്നവും അനാവൃതവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടത്താണ്. പ്രധാന പുരോഹിതൻ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നുപോയ മഹാനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ ഏറ്റുപറച്ചൽ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ എല്ലാ കാര്യങ്ങളിലും
സമാനമായ വിധത്തിൽ പരീക്ഷിക്കപ്പെട്ടവനാണ്. എന്നാൽ പാപരഹിതനും അതിനാൽ ആവശ്യമുള്ളപ്പോൾ സഹായത്തിനായി കരുണ സ്വീകരിക്കാനും കൃപ കണ്ടെത്താനും കൃപയുടെ സിംഹാസനത്തെ ആത്മധൈര്യത്തോടെ നമുക്ക് സമീപിക്കാം. ഹെബ്രായർ അധ്യായം 5. മനുഷ്യരിൽ നിന്ന് എടുക്കപ്പെടുന്ന ഓരോ പ്രധാന പുരോഹിതനും ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് മനുഷ്യർക്ക് വേണ്ടി പാവങ്ങളെ പ്രതി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെയും ബലഹീനതയ്ക്ക് വിധേയനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും ആർദ്രയോടെ പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ ഞാൻ ജനത്തിൻ്റെതെന്ന പോലെ തന്റെയും പാവങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കേണ്ടിയിരിക്കുന്നു. അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടാതെ ആരും തനിക്ക് വേണ്ടി തന്നെ ഈ ബഹുമതി ഏറ്റെടുക്കുകയില്ല. അതുപോലെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എന്റെ പ്രിയപുത്രനാണ് എന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവനോട് പറഞ്ഞാൽ തന്നെ അവനെ മഹത്വപ്പെടുത്തിയത്. അവിടുന്ന് വീണ്ടും മറ്റൊരിടത്ത് പറയുന്ന പോലെ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. ഈ ലോക ജീവിതകാലത്ത് അവൻ മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനെ കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. ഭയഭക്തി മൂലം അവൻ കേൾക്കപ്പെട്ടു. പുത്രനായിട്ടും സഹിച്ചവയിലൂടെ അവൻ അനുസരണം പഠിച്ചു. പരിപൂർണനാക്കപ്പെട്ട അവൻ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ കാരണമായി തീർന്നു. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം പ്രധാന പുരോഹിതനായി ദൈവത്താൽ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. വിശ്വാസത്യാഗത്തിനെതിരെ ഇതേക്കുറിച്ച് ധാരാളം ഞങ്ങൾക്ക് പറയാനുണ്ട്. ഗ്രഹിക്കുന്നതിൽ നിങ്ങൾ മന്ദതയുള്ളവരാകിയാൽ അതെല്ലാം വിശദമാക്കുക വിഷയമാണ്. ഇതിനകം നിങ്ങൾ പ്രബോധരാണ്ടേരിക്കുന്നവരാണ്. പക്ഷേ ദൈവിക അരുളപ്പാടുകളുടെ പ്രാഥമിക തത്വങ്ങൾ നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു. കട്ടിയുള്ള ഭക്ഷണമല്ല, പാൽ ആവശ്യമുള്ളവരായി നിങ്ങൾ തീർന്നിരിക്കുന്നു. പാലിനെ ആശ്രയിക്കുന്നവൻ ശിശുവായതിനാൽ നീതിയുടെ വചനം പരിചയമില്ലാത്തവനാണ്. എന്നാൽ കട്ടിയുള്ള ഭക്ഷണം പക്വത വരുന്നവരുടേതാണ്. അവർ നന്മതിന്മകൾ വിവേചിച്ചറിയാൻ വേണ്ടി പരിശീലനത്തിലൂടെ അഭ്യസിക്കപ്പെട്ട ഇന്ദ്രിയങ്ങൾക്കുള്ളവരാണ്. ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. അവന്റെ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ അടുത്തു ചെല്ലുക. ദൈവത്തിന് മഹത്വം.